ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ. റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നൽ ലഭിച്ചു. സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തും. കൂടുതൽ പരിശോധന മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. സൂരത്കൽ NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് റഡാർ തെരച്ചിലിന് നേതൃത്വം നൽകിയത്. നിലവിൽ ഒരു സിഗ്നൽ അല്ല. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് ഭയങ്കര നോൺ യൂണിഫോമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പല പല സിഗ്നൽസും കിട്ടും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വണ്ടിയുടെ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ ഒരു സൈസിൽ ആ ഒരു നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ സിഗ്നൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ വണ്ടി ഉണ്ടെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന ആ ലൊക്കേഷൻസിൽ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം വണ്ടി ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അല്ലാതെ ഒറ്റപ്പെട്ട സിഗ്നലുകൾ കിട്ടുന്നത് എന്ത് വേണമെങ്കിലും ആകാം. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ സോയിലിൽ യൂണിഫോം ആയിട്ടുള്ള സോയിലാണ് നമ്മൾ ഇങ്ങനെയുള്ള ഡിവൈസ് വെച്ചാൽ കറക്റ്റായിട്ട് സിഗ്നൽ കിട്ടുന്നത്. ഇവിടെ ഭയങ്കര നോൺ യൂണിഫോം ആണ്, വെള്ളം ഒരുപാടുണ്ട്. അതെല്ലാം ഇതിൻ്റെ റീഡിങ്ങിനെ അഫക്റ്റ് ചെയ്യും, ഹൈറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഉള്ള ഹൈറ്റിൻ്റെ മേളിൽ നമ്മൾ റീഡിങ് എടുത്തു. ഇപ്പോൾ വീണ്ടും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണ് മാറ്റി കുറച്ചുകൂടെ ഹൈറ്റ് ആക്കിയിട്ട് വീണ്ടും റീഡിങ് എടുക്കും. കർണാടക ആരോഗ്യമന്ത്രി മംഗള വൈദ്യയും കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും അപകട സ്ഥലം സന്ദർശിക്കും. അങ്കോലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അരുൺ പാറയ്ക്കലും അരുൺ പൂപ്പറമ്പയും വിവരങ്ങൾ നൽകും. അരുൺ പാറയ്ക്കൽ, ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന സ്ഥലത്തെ പരിശോധന അത് എത്രത്തോളം പ്രയോജനകരമാണ്? ഇപ്പോൾ റഡാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ സംഘത്തിലെ അംഗം പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെ ആ ലോറിയുടെ സൈസിൽ ഉള്ള സിഗ്നലുകൾ ലഭിച്ചിട്ടില്ല. പലയിടത്തു നിന്നും സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായി മണ്ണിനടിയിലുള്ള ലോഹവസ്തുക്കളാകാം, നമുക്കങ്ങനെ ഊഹിക്കാം. പക്ഷേ ആ ലോറിയുടേതെന്ന് ഉറപ്പിക്കാവുന്ന സിഗ്നൽ ഇനിയും ലഭിച്ചിട്ടില്ല എന്നത് ഈ തെരച്ചിലിൽ ഒരു പ്രതിസന്ധിയാണോ? വിജയകുമാർ, ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലെ, അതായത് ഈ വിദഗ്ധ സംഘത്തിലെ അംഗങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന സിഗ്നലുകളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ ദൃശ്യം കണ്ടാൽ തന്നെ വിജയകുമാർ മനസ്സിലാവും അത്രത്തോളം വ്യാപ്തിയിലാണ് ആ കുന്ന് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അത് കർണാൽ മംഗലാപുരം റോഡാണ്, ഹൈവേ ആണ്. ആ ഹൈവേയിലേക്ക് ആ മലയൊന്നാകെ ഇടിഞ്ഞ് ഗംഗാവലി നദിയിലേക്ക്, നദിയുടെ പകുതി ഭാഗത്തോളം, ഗംഗാവലി നദി എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം 1 കിലോമീറ്ററോളം നീളത്തിൽ, അതായത് 1 കിലോമീറ്ററോളം വീതിയിലാണ് ഇതിൻ്റെ ഈ ഒരു നദിയുള്ളത്. ആ നദിയുടെ ഏകദേശം പകുതി ഭാഗത്തോളം ഈ മല ഇടിഞ്ഞ് ആ ഹൈവേയും കടന്ന് ഈ നദിയുടെ പകുതി ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ NITയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ ആ മണ്ണ് എന്ന് പറയുന്നത് ഡ്രൈ സോയിലല്ല. ഈ വെള്ളം ധാരാളം മലയിൽ നിന്ന് കുത്തി ഈ നദിയിലേക്ക് കുത്തി ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എങ്ങനെ പരിശോധിച്ചാലും എന്തെങ്കിലുമൊക്കെ സിഗ്നൽ ലഭിക്കും. പക്ഷേ ഈ ലോറിയുടേതെന്ന് സ്ഥിരീകരിക്കുന്ന സിഗ്നൽ വേണം. ലോറിയുടെ വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ ലോറി കിടക്കുന്ന അതേപോലുള്ള സിഗ്നൽ ലഭിക്കണം. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ അവിടെ ഒരു വാഹനം കിടപ്പുണ്ടെന്ന് പറയാൻ സാധിക്കൂ. അങ്ങനെ ഒരു നിഗമനത്തിലെത്തിയാൽ മാത്രമേ ആ വാഹനം കിടക്കുന്നുണ്ട് എന്ന ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധിക്കാൻ സാധിക്കൂ എന്നാണ് ഈ വിദഗ്ധ സംഘത്തിലെ അംഗങ്ങൾ നേരത്തെ വ്യക്തമാക്കിയത്. നേരത്തെ MLA ഉൾപ്പെടെയുള്ള ആളുകളും നമ്മളോട് അവരുടെ ശുഭപ്രതീക്ഷ പങ്കുവച്ചിരുന്നു. എന്തായാലും 100% പ്രതീക്ഷയുണ്ട്. അർജുന ജീവനോടെ തന്നെ ഈ മണ്ണിനടിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ സാധിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നുണ്ട്, ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നുണ്ട്. IG ഉൾപ്പെടെയുള്ള ആളുകൾ അല്പസമയം മുൻപ് ആ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ ഉദ്യോഗസ്ഥരെത്തി റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന സമയത്ത് അവിടെയുള്ള മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഒരു JCB മാത്രമായിരുന്നു ആ പ്രദേശത്ത് പണിയെടുത്തിരുന്നത്. ഇപ്പോൾ കൂടുതൽ JCBകൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഈ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്താൽ മാത്രമേ ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടക്കൂ എന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ വ്യക്തമാക്കിയതാണ്. ഒപ്പം സ്കൂബ ടീം അംഗങ്ങൾ ഈ ഗംഗാവലി നദിയിൽ ഇറങ്ങി ഗംഗാവലി നദിയിൽ വിവിധ സംഘങ്ങളായി നിരവധി ബോട്ടുകളിൽ തെരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ ഏകദേശം 3-4 മണിക്കൂറോളം അവർ ആ തെരച്ചിൽ തുടർന്നതാണ്. ഇപ്പോൾ ആ തെരച്ചിൽ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ നദിയിലേക്ക്, നദിയുടെ പകുതി ഭാഗത്തോളം ആ മണ്ണ് ഒലിച്ച് ആ ദേശീയപാതയും കടന്ന ഈ നദിയുടെ പകുതി ഭാഗത്തോളം എത്തിയതാണ്. ആ കാണുന്ന ദൃശ്യങ്ങളിൽ വിജയകുമാർ, ആ ഇലക്ട്രിക് ടവറുകൾ, അതായത് വൈദ്യുത പോസ്റ്റ്, വലിയ വൈദ്യുത തൂണുകൾ അവിടെ ആ മലയ്ക്ക് മുകളിലുണ്ട്.
ആ മലയ്ക്ക് മുകളിൽ നിന്ന് വൈദ്യുത തൂണുകളടക്കം താഴേക്ക് തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഒരു വൈദ്യുത തൂൺ തകർന്നു കിടക്കുന്ന സ്ഥലത്ത്, ഈ പ്രദേശവാസി നമ്മളോട് നേരത്തെ സൂചിപ്പിച്ചത്, ആ വൈദ്യുത തൂൺ തകർന്നു കിടക്കുന്ന സ്ഥലത്തായിരുന്നു ഈ ഭക്ഷണശാലകളൊക്കെ ഉണ്ടായിരുന്നത്. ആ പ്രദേശത്ത് ബീച്ചുണ്ട്. ബീച്ചിൽ നിന്നും അതുപോലെ തന്നെ ഈ വലിയ വാഹനങ്ങളിലൊക്കെ വരുന്ന ആളുകൾ, ലോറിയിലൊക്കെ വരുന്ന ആളുകൾ ആ ധാബകളിൽ നിന്നാണ്, ആ ഭക്ഷണശാലകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അവിടെ ഒരു പാർക്കിംഗ് കേന്ദ്രമുണ്ട്. ആ പാർക്കിംഗ് കേന്ദ്രത്തിൽ ഭക്ഷണം നിർത്തിയതിന് ശേഷം, വാഹനം നിർത്തിയതിന് ശേഷം ആ ഭക്ഷണശാലകളിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. ഇങ്ങനെ ആളുകൾ രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ ഒരു വലിയ അപകടമുണ്ടായത്, ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടമുണ്ടായി. പലരുടെയും മൃതദേഹം കണ്ടെത്തിയത് പിന്നെ ഈ കടലും അതുപോലെ തന്നെ ഈ പുഴയും ഗംഗാവലി നദിയും സംഗമിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ്, ആ ബീച്ചിൽ നിന്നാണ് പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് ഈ പ്രദേശവാസി ഭയത്തോടു കൂടിയാണ് ആ ഒരു സംഭവം നമ്മളോട് വിവരിച്ചത്. ഒപ്പം വിവരിച്ച മറ്റൊരു കാര്യം, ഈ പുഴയിലേക്ക് മണ്ണ് കുത്തി ഒലിച്ച് ഈ പുഴയുടെ നടുഭാഗത്തേക്ക്, അതായത് പുഴയുടെ ഏകദേശം പകുതിയോളം ഈ മണ്ണ് എത്തിയ സമയത്ത് ഈ നദി ഗതിമാറി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. നദിയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടു. അങ്ങനെ തടസ്സപ്പെട്ട സമയത്ത് ഇതിന് മറുഭാഗത്ത്, അതായത് ഈ നദിയുടെ മറുഭാഗത്ത്, ഈ അപകടം സംഭവിച്ച ഭാഗത്തല്ല, ഈ നദിയുടെ മറുഭാഗത്തേക്ക് ഈ വെള്ളം ഇരച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ സമയത്ത് 6ഓളം വീടുകൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. അതായത് ഈ മലയിടിഞ്ഞ ഓപ്പോസിറ്റ് സൈഡ് നദിയുടെ മറുഭാഗത്തുണ്ടായിരുന്ന 6ഓളം വീടുകൾ ഈ നദിയുടെ ഒഴുക്കിൽ ഒലിച്ചു പോയി എന്നും പ്രദേശവാസി ആശങ്കയോടുകൂടിയാണ്, ഭീതിയോടുകൂടിയാണ് നമ്മളോട് വിവരിച്ചത്. എന്തായാലും ഇപ്പോഴും ആ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ സൂചിപ്പിച്ചത് അത്രത്തോളം ഭീകരാവസ്ഥയിലാണ് ആ സംഭവം, ഈ അപകടം നടന്നത് എന്നാണ്. അരുൺ, ഇതിൽ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ഗംഗാവലി നദിയിലേക്ക് ഈ വാഹനം വീണിട്ടുണ്ടോ എന്നറിയാൻ ഇന്നലെയും ഇന്നുമൊക്കെ അവിടെ പ്രത്യേകം പരിശോധന നടന്നു. അപ്പോൾ അത്തരം ഒരു സൂചനയും ഇതുവരെയും ആ നദിയിൽ അങ്ങനെ ഒരു വാഹനം അകപ്പെട്ടതിൻ്റെതായ ഒരു സൂചനയുമില്ല. അപ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതല്ലേ, നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നത് അത് ആ മൺകൂമ്പാരത്തിനടിയിൽ തന്നെ ഉണ്ടാകും എന്നതാണ്. പക്ഷേ കൃത്യമായ ലൊക്കേഷൻ റഡാറിനും അതിലേക്ക് നയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ പരിശോധന തുടരും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിനപ്പുറത്തേക്ക് കൂടുതൽ എന്തെങ്കിലും പരിശോധനാ സംവിധാനങ്ങൾ അവിടെ എത്തിക്കാൻ സാധ്യതയുണ്ടോ, അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്നത്തെ പകൽ നിർണായകമാണല്ലോ, കാരണം മഴ കുറഞ്ഞിട്ടുണ്ട്, കാലാവസ്ഥ ഏറെക്കുറെ അനുകൂലമാണ്. അപ്പോൾ ഇന്ന് ഈ പകൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലേക്ക് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്തിക്കാൻ കഴിയുന്നുണ്ടോ? വിജയകുമാർ, ഇന്ന് പ്രധാനമായും ശ്രദ്ധിച്ചിരുന്നത് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ബംഗളൂരുവിൽ നിന്ന് ഈ റഡാർ സംവിധാനം ഇവിടെ എത്തിച്ച് ആ പരിശോധനയിൽ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. എന്തായാലും ആദ്യ പരിശോധനയിൽ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം ഇന്നലെയും ഇന്നും കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെയായി ഈ നദിയിൽ വാഹനം വീഴാനുള്ള, അതായത് ഈ ലോറി, ഭാരത് ബെൻസിൻ്റെ ഈ ലോറിയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ നദിയിൽ വീഴാനുള്ള സാധ്യതകളൊക്കെ തന്നെ പരിശോധിച്ചിരുന്നു. നാവികസേന സ്കൂബ ടീം ഇവിടേക്ക് എത്തി നിരവധി സംഘങ്ങളായി നദിയിൽ പരിശോധന നടത്തിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെയും ഈ പരിശോധനകളൊക്കെ തന്നെ തുടർന്നിരുന്നു. പക്ഷേ അപ്പോഴൊന്നും വാഹനങ്ങളുടെയോ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെയോ ഒന്നും ഒരു സാധ്യതയും ഈ നദിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നദിയിൽ വാഹനവും അതുപോലെ തന്നെ ഈ കൂടുതൽ ആളുകളോ ഇല്ല എന്നാണ് ഇപ്പോൾ ഈ തെരച്ചിലിനുള്ള സംഘം വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണ്ണിനടിയിൽ തന്നെയാണ്, ഈ മൺകൂനയ്ക്കടിയിൽ തന്നെയാണ് ഈ വാഹനങ്ങളുണ്ടെങ്കിൽ വാഹനങ്ങളോ അല്ലെങ്കിൽ ആളുകളോ അകപ്പെട്ടിരിക്കാമെന്നൊരു സാധ്യത അവർ ചൂണ്ടിക്കാട്ടുന്നത്. ആ സാധ്യത പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള തെരച്ചിലൊക്കെ തന്നെ നടത്തുന്നത്. എന്തായാലും തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. എങ്ങനെയെങ്കിലും ഈ മണ്ണിനടിയിൽപ്പെട്ട ആളെ, അർജുനെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കുക. ഇന്നേക്ക് 5ാമത്തെ ദിവസമാണ് വിജയകുമാർ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ സർക്കാർ വൃത്തങ്ങളും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തക സംഘമൊക്കെ പരിശോധിക്കുന്നത്. അതിനുള്ള ശ്രമകരമായ ദൗത്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ശ്രമകരമായ ദൗത്യമാണ്. ഏറ്റവും ദുഷ്കരമായ രക്ഷാപ്രവർത്തനമാണ്. കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ റഡാർ സംവിധാനം ഉപയോഗിച്ച് പരിശോധന നടത്തി. പക്ഷേ ഇനിയും കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കണമെന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. എന്നാൽ മാത്രമാണ് ഈ 3-4 തെങ്ങിൻ്റെ ഉയരത്തിലാണ്
ഈ മണ്ണ് ഇപ്പോൾ കിടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം ദൂരത്താണ്. ഈ പുഴയിൽ നിന്ന് നമുക്ക് കാണാവുന്ന കാഴ്ച മാത്രമാണ് ഇപ്പോൾ ഈ ഞാൻ വിവരിക്കുന്നത്. അപ്പോൾ ഈ 3-4 തെങ്ങിൻ്റെ ഉയരം എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു. അപ്പോൾ അതിനടുത്തെത്തുമ്പോൾ എത്രത്തോളം ഭയാനകമായ ഭീകരമായ കാഴ്ചയായിരിക്കും ആ മൺകൂനയ്ക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അതിനടിയിൽപ്പെട്ടിരിക്കുന്ന ഈ വാഹനം അല്ലെങ്കിൽ അടിയിൽപ്പെട്ടിരിക്കുന്ന ഈ ആളെ അത് പുറത്തെത്തിക്കുക എന്നത് ഏറെ ദുഷ്കരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആ പ്രവൃത്തി എത്രയും പെട്ടെന്ന് വിജയകരമായി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക സംഘം ഒന്നടങ്കം ശ്രമിക്കുന്നത്. നാവികസേനയുടെയും അതുപോലെ തന്നെ NDRFിൻ്റെയും SDRFിൻ്റെയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘങ്ങൾ ഇവിടെ ഇന്ന് രാവിലെ 6:15 മുതൽ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്ന് ഈ രക്ഷാപ്രവർത്തക സംഘം തന്നെ പറയുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ റഡാർ സംവിധാനം കൊണ്ടുവന്നത്. കാരണം ഇന്നലെയൊക്കെ ഈ മണ്ണ് ഇതിപ്പോ കാലാവസ്ഥ അനുകൂലമാണല്ലോ അല്ലേ? രാവിലെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് മഴ മാറിയിട്ടുണ്ട്. ഏറെക്കുറെ തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ. ഇന്നങ്ങനെ ആ മേഖലയിൽ വലിയ മഴ മുന്നറിയിപ്പ്, റെഡ് അലേർട്ട് ഒന്നും ഉള്ളതായി ഈ കാലാവസ്ഥാ മുന്നറിയിപ്പിലൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. വിജയകുമാർ, ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. നല്ല ശക്തമായ മഴയുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ പുലർച്ചെ 3:15 ഈ പ്രദേശത്ത് എത്തിയത്. ആ സമയത്തൊക്കെ നമുക്ക് ശക്തമായ മഴയും ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഈ പകൽ സമയം മഴ മാറിയിരിക്കുന്നു. ഈ രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഈ ഒരു കാലാവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഈ രക്ഷാപ്രവർത്തക സംഘവും പറയുന്നത്. രാവിലെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് മഴ പെയ്തിരുന്നു. ഞാൻ നിൽക്കുന്ന ഈ ഒരു അല്പസമയം മുൻപ്, ഒരു അരമണിക്കൂർ മുൻപ് ചെറിയ രീതിയിൽ അതായത് ചെറിയ സമയം ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ആ മഴയൊക്കെ തന്നെ മാറി ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. ഈ കാലാവസ്ഥ ഇതേപോലെ തന്നെ തുടർന്നു പോയി കഴിഞ്ഞാൽ വിജയകരമായി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്, ശുഭാപ്തി വിശ്വാസമാണ് ഭരണകൂടവും അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തക സംഘവും ഒക്കെ പങ്കുവെക്കുന്നത്. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആ ടവറിന് താഴെയാണ് ഈ ഭക്ഷണശാലകളൊക്കെ ഉണ്ടായിരുന്നത്. ആ ടവറിന് താഴെയാണ് ഈ വാഹനം പാർക്ക് ചെയ്തിരുന്നതെന്നാണ് ഈ സമീപവാസികളൊക്കെ തന്നെ പറയുന്നത്. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ ഈ റോഡിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്ന കാഴ്ചകൾ കാണുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു നിഗമനമുണ്ടാവും, ഈ സ്ഥലത്ത് ധാബയുണ്ടായിരുന്നു, ഈ സ്ഥലത്തായിരുന്നു വാഹനങ്ങളുടെ പാർക്കിംഗ് കേന്ദ്രം, ഇവിടെയാണ് യാത്രക്കാരും അതുപോലെ തന്നെ ഈ ലോറി തൊഴിലാളികളും ഡ്രൈവർമാരുമൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തായിരിക്കാം ഈ വാഹനം ഉണ്ടാവുക. ഒരുപക്ഷെ ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്ന സമയത്ത് ഈ വാഹനം ചെറുതായൊക്കെ തെന്നി നീങ്ങാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ തെന്നി നീങ്ങിയാൽ പോലും ഒരു 5-10 മീറ്റർ മാത്രമേ തെന്നി നീങ്ങാനുള്ള സാധ്യതയുള്ളൂ. കാരണം അത്രത്തോളം ഭാരമേറിയ വാഹനമാണ്. ഈ വാഹനത്തിനകത്തേക്ക് ഈ മണ്ണ് പ്രവേശിക്കാൻ സാധ്യതയില്ല എന്ന് ഈ ഭാരത് ബെൻസിൻ്റെ ഒക്കെ ആളുകളും സൂചിപ്പിച്ചിരുന്നു, വാഹനത്തിൻ്റെ ഉടമയും സൂചിപ്പിച്ചിരുന്നു. എന്തായാലും വാഹനം ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തക സംഘത്തിനുമുള്ളത്. നേരത്തെ ലഭിച്ചിരുന്ന GPS സിഗ്നൽ അനുസരിച്ച് ഈ സ്ഥലത്താണ്, അതായത് ആ ടവർ മറിഞ്ഞു വീണിരിക്കുന്ന സ്ഥലത്താണ് ഈ വാഹനം കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മുഴുവൻ തെരച്ചിലുകളും നടക്കുന്നത്. വിവിധ JCBകൾ ഉപയോഗിച്ചാണ്, നിരവധി JCBകൾ ഉപയോഗിച്ചാണ് ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നത്. ആ മണ്ണ് അവിടെ നീക്കം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ മണ്ണ് അവിടെ തന്നെ നിലനിർത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ലോറികൾ എത്തിച്ച്, കൂടുതൽ ടിപ്പറുകൾ എത്തിച്ച് ആ മണ്ണിനെ അവിടെ നിന്ന് പൂർണ്ണമായും ആ പ്രദേശത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ഒപ്പം അരുൺ, ഈ കർണാടകയിലെ ആരോഗ്യമന്ത്രിയും അതുപോലെ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും ഒക്കെ അപകട സ്ഥലത്തേക്ക് വരുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇവരവിടെ എത്തിയിട്ടുണ്ടോ? ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ ഈ ഉത്തര കന്നഡ ആ മേഖലയിലെ കളക്ടർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടോ? ഈ നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായി വലിയ സമ്മർദ്ദം അവിടുത്തെ കർണാടക സർക്കാരിന് മേൽ പല കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ സർക്കാർ പ്രതിനിധികളൊക്കെ തുടർച്ചയായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആ ഇടപെടലിൻ്റെ തരത്തിൽ വേഗം കൈവന്നിട്ടുണ്ടല്ലോ അല്ലേ അവിടുത്തെ ഈ ആകെ നടപടിക്രമങ്ങളിൽ, അല്ലേ?
വിജയകുമാർ, കേരളത്തിൻ്റെ അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ ഇടപെടലിൻ്റെ ഫലമായി ഇപ്പോൾ ഈ പ്രവർത്തനത്തിന് രക്ഷാപ്രവർത്തനത്തിന് ഒരു വേഗം കൈവന്നിട്ടുണ്ട്. ഇന്ന് IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. 1 മണിക്കൂർ മുൻപാണ് IG സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. ഒപ്പം ഈ റഡാർ ടീം പരിശോധന നടത്തുന്ന സമയത്ത് NITയിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തുന്ന സമയത്ത് MLA ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പ്രത്യേകമായി നിയോഗിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്ന് രാവിലെ ആ പ്രദേശത്തേക്ക് എത്തിയതാണ്. രാവിലെ 6:15 തന്നെ അവർ ആ പ്രദേശത്തേക്ക് എത്തിയതാണ്. പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ശുഭസൂചന ഉണ്ട്, ഒരു ശുഭപ്രതീക്ഷയുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു, കാലാവസ്ഥ അനുയോജ്യമായി തന്നെ നിൽക്കുന്നു. ഈ കർണാൽ മംഗലാപുരം ദേശീയപാതയാണ്. ആ ദേശീയപാതയിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന, അതായത് ഈ അർജുന ജീവനോടെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം, ശുഭപ്രതീക്ഷ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തക സംഘത്തിനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനുമൊക്കെ ഉണ്ട്, കർണാടക സർക്കാരിനുമുണ്ട്. MLA നേരത്തെ അക്കാര്യമാണ് സൂചിപ്പിച്ചത്. 100% ഇത് സക്സസ്ഫുൾ ആവും, നമുക്ക് വിജയപ്രതീക്ഷയുണ്ട്, ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് MLAയും നമ്മളോട് പങ്കുവച്ചത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയുമായി തന്നെ മുന്നോട്ട് പോകണം. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഭാഗത്ത് രണ്ട് ഭാഗത്തും, അതായത് 2 വശത്തും ഈ ജലം മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ച് ഈ നദിയിലേക്ക് എത്തുന്നുണ്ട്. ആ ഭാഗത്ത് ചെറിയ ദുഷ്കരമായ ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. എന്തായാലും പ്രവർത്തനം ഇപ്പോഴും തുടർന്നുകൊണ്ടേ. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ സൂറത്കൽ NITയിൽ നിന്നുള്ള വിദഗ്ധ സംഘം അവരുടെ റഡാർ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയുടേതാണ്. ആ പരിശോധന തുടരുകയാണ്. നേരത്തെ ആ സംഘത്തിൽ ഉള്ള മലയാളി സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ലോറിയുടെ അത്രയും വലുപ്പത്തിൽ ആ മേഖലയിൽ ഒരു സിഗ്നൽ ഇനിയും കണ്ടെത്തിയിട്ടില്ല. ചില സൂചനകൾ മണ്ണിനടിയിലുണ്ട്, പക്ഷെ അത് ഒരു ലോഹ ഭാഗമാകാം എന്നതിനപ്പുറത്തേക്ക് അതൊരു വാഹനമാണ്, ഒരു വലിയ വാഹനമാണെന്ന് ഉറപ്പിക്കാറായിട്ടില്ല. അങ്ങനെ ഉറപ്പിക്കാനുള്ള പരിശോധന തുടരുകയാണ്. അത് ഉറപ്പിച്ചാൽ മാത്രമേ ആ മേഖലയിൽ കൂടുതൽ പരിശോധന നടത്താൻ കഴിയൂ എന്നതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ആ പരിശോധന ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണ്. ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥര് അതുപോലെ തന്നെ ഈ വിദഗ്ധ സംഘമൊക്കെ അവിടെ തുടർച്ചയായി ആ മേഖലയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്ന് മണ്ണ് മാറ്റുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ശുഭസൂചന വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അത് കൂടുതൽ പരിശോധനയ്ക്ക് സാങ്കേതിക വിദഗ്ധരടങ്ങിയ സംഘം ഇപ്പോൾ വിശദമായ പരിശോധന ആ മേഖലയിൽ നടത്തുകയാണ്. കൂടുതൽ പരിശോധന സൂറത്കൽ NITയിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് അവിടെ നടക്കുന്നത്. കർണാടക ആരോഗ്യമന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രി HD കുമാരസ്വാമിയും അപകട സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ജനപ്രതിനിധികളും അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ എത്തിയിരുന്നു. അരുൺ പാറയ്ക്കൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കാലാവസ്ഥ അനുകൂലമാണ്, കൂടുതൽ സൗകര്യങ്ങൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ റഡാർ പരിശോധന തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? അതിൽ കാണുന്ന വഴിയിലൂടെ ആ സംഘത്തിന് വിദഗ്ധർ തെളിക്കുന്ന വഴിയിലൂടെ മാത്രമേ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നതാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിയാലിറ്റി അല്ലേ? അതുതന്നെയാണ് വിജയകുമാർ. ഈ റഡാർ പരിശോധനയിലൂടെ മാത്രമേ കൃത്യമായ ലൊക്കേഷൻ, ഈ ലോറിയുടെ കൃത്യമായ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കൂ എന്നൊരു അനുമാനത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തക സംഘമൊക്കെ ഉള്ളത്. ജില്ലാ ഭരണകൂടവും അത് ആ ഒരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തക സംഘത്തോടൊപ്പം തന്നെ ഈ NITയിലെ വിദഗ്ധ സംഘം എത്തി ഈ പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു സിഗ്നൽ എന്നാണ് ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. അത് ഈ മണ്ണ് ഇങ്ങനെ വലിയ തോതിൽ ഇടിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു മലയൊന്നാകെ ഇടിഞ്ഞ് ഈ നദിയിലേക്കും അതുപോലെ തന്നെ ഈ കർണാൽ മംഗലാപുരം ദേശീയപാതയിലേക്കും ഇടിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് കൃത്യമായി അത് ലോറിയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അതിന് ഈ മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്താൽ മാത്രമേ അതിനടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കൂ.
ഇപ്പോൾ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു സാധ്യത, ആ സാധ്യത മാത്രമാണ്, ആ സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല, ആ സാധ്യത മാത്രമാണ് ഇപ്പോൾ ഈ റഡാർ പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. മണ്ണ് കുറച്ചുകൂടി നീക്കം ചെയ്യണം. ഒപ്പം ഇത് ഡ്രൈ സോയിൽ അല്ല, ഈ ഡ്രൈ സോയിലാണ് ഈ റഡാർ പരിശോധനയിൽ കൃത്യമായ ഒരു സ്ഥിരീകരണം സാധ്യമാകൂ. ഈ മണ്ണ്, അതായത് ഈ മണ്ണിനോടൊപ്പം തന്നെ ഇപ്പോഴും ഈ വെള്ളം ഇങ്ങനെ കഴിഞ്ഞ 5 ദിവസമായി കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ട്. ഇന്നിപ്പോൾ റെഡ് അലേർട്ടാണ്, പക്ഷേ ഈ പകൽ സമയം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഇന്നലെയൊക്കെ, ഇന്ന് പുലർച്ചെയൊക്കെ പെയ്ത ആ മഴയിൽ ഈ മലയിൽ നിന്ന്, കാട്ടിൽ നിന്ന് ഈ ജലം ഇങ്ങനെ, വെള്ളം ഇങ്ങനെ ഈ മണ്ണിലൂടെ ഒലിച്ച് ഈ നദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ണിങ്ങനെ ഇടിഞ്ഞു വീണ ആ സ്ഥലത്ത് തന്നെയാണ് ഈ വെള്ളം ഒലിച്ചിറങ്ങുന്നത് എന്നത് ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പരിശോധന നടത്തി കഴിഞ്ഞാൽ അത് അത്രത്തോളം സ്ഥിരീകരിക്കപ്പെടുന്ന വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ, വിദഗ്ധ സംഘം. ശരി അരുൺ, ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അവിടുത്തെ പരിശോധന തുടരട്ടെ. ഈ പകൽ വളരെ നിർണായകമാണ്. ഈ അനുകൂല കാലാവസ്ഥയും ഒക്കെ അവിടുത്തെ പരിശോധനയ്ക്ക് സഹായകമാകുന്നുമുണ്ട്. ഇപ്പോൾ മന്ത്രി പി രാജീവ് പറയുകയായിരുന്നു, സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടാൻ പരിമിതിയുണ്ട്. ഇരു സർക്കാരുകളും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. കർണാടക സർക്കാരിൻ്റെ കുറവുകളെ പറ്റി പറയേണ്ട സമയമല്ല ഇത്. ആ ചെറുപ്പക്കാരനെ, അർജുനെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ സർക്കാരും പങ്കുവെക്കുകയാണ്, സംസ്ഥാന സർക്കാരും പങ്കുവെക്കുകയാണ്. അതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ന് തന്നെ അദ്ദേഹത്തെ ജീവനോടെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിശോധന പുരോഗമിക്കുന്നുണ്ട്, അനുകൂല കാലാവസ്ഥയുമാണ്. അപ്പോൾ ശുഭവാർത്ത ഇന്ന് വൈകുന്നേരത്തോടെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.